കോൺഗ്രസിന്റെ ആദ്യഘട്ട സാധ്യതാ പട്ടിക തയ്യാർ. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ ആദ്യഘട്ട സാധ്യതാ പട്ടികയും പുറത്തായിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തവണ അടിമുടി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ശാസ്ത്രീയമായ പഠനങ്ങളുടെയും സർവേകളുടെയും അടിസ്ഥാനത്തിലാണ് പാർട്ടി മുന്നോട്ടു പോകുന്നത്. ഗ്രൂപ്പ് താൽപര്യങ്ങൾക്കപ്പുറം വിജയസാധ്യത മാത്രമായിരിക്കും സ്ഥാനാർത്ഥിത്വത്തിനുള്ള ഏക മാനദണ്ഡമെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. താഴെത്തട്ടിൽ നിന്നുള്ള അഭിപ്രായ രൂപീകരണം കൂടി നടത്തിയാണ് AICC സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. സാധ്യതാ പട്ടികയിലുള്ള വിവരങ്ങൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ നിയമമണ്ഡലത്തിൽ ശശി തരൂർ, ആറന്മുള മണ്ഡലത്തിൽ മന്ത്രി വീണ ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കിയെ മത്സരിപ്പിക്കാനും നീക്കമുണ്ട്. ആലത്തൂർ മുൻ MP രമ്യ ഹരിദാസിനെ അടൂർ സീറ്റിൽ മത്സരിപ്പിക്കാനും ആലോചനയുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പകരം KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരെയാണ് പരിഗണിക്കുന്നത്. പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഷാഫി പറമ്പിലിന് നിർണായക റോളുണ്ട്. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ തിരുവമ്പാടിയിലും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ കളമശ്ശേരി, യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയൽ ചെങ്ങന്നൂർ, KSU മുൻ സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത് കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തും KPCC ജനറൽ സെക്രട്ടറി സൂരജ് രവിയെ കൊല്ലം മണ്ഡലത്തിലേക്കും പരിഗണിക്കുന്നു. മുൻ KPCC പ്രസിഡന്റ് MM ഹസനെ അരുവിക്കരയിലും KPCC അംഗം JS അഖിലിനെ കഴക്കൂട്ടത്തും സ്ഥാനാർത്ഥിയാക്കാൻ ആലോചനയുണ്ട്. അതേസമയം തവനൂർ നിയമസഭാ സീറ്റിൽ AM രോഹിത്തിനെയും കോഴിക്കോട് KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജിനെ ബാലുശ്ശേരി മണ്ഡലത്തിലും പരിഗണനയിലുണ്ട്. അതുപോലെ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലേക്ക് ജയന്തി രാജന്റെ പേരും പരിഗണനയിലാണ്. പ്രാഥമിക സർവേകൾ പ്രകാരം പ്രമുഖരായ ചില MPമാർ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന നിർദ്ദേശം ശക്തമാണ്. വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ആന്റോ ആന്റണി, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ തുടങ്ങിയ MPമാരുടെ സേവനം നിയമസഭയിലേക്ക് പ്രയോജനപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ മധുസൂദൻ മിശ്രയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. ഒപ്പം പ്രമുഖ നേതാവായ ശശി തരൂർ ഉൾപ്പെടെയുള്ളവരെ മത്സരിപ്പിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് 3 സർവേകളാണ് സംസ്ഥാനത്ത് നടത്തിയിരുന്നത്. പൊതു അഭിപ്രായം, പ്രവർത്തകരുടെ അഭിപ്രായം, പ്രമുഖ വ്യക്തികളുടെ നിലപാട് എന്നിവ തേടിയിരുന്നു. ഫെബ്രുവരി അവസാനത്തോടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യം. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റുന്നതിനൊപ്പം കൃത്യമായ ആസൂത്രണത്തോടെയുള്ള സ്ഥാനാർത്ഥി നിർണയവും ഈ പോരാട്ടത്തിൽ നിർണായകമാകും എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ.